ഹലോ ഗൈസ്, ഇന്നാണെങ്കിൽ രാവിലെ എണീറ്റപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരൻ രോഹിത്തിൽ നിന്ന് ഒരു മിസ് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അവനെ തിരിച്ചു വിളിക്കാം. ഓക്കെ, അവനെ വിളിച്ച് ആ ആ ആ ശരിയടാ. എന്നുവെച്ചാൽ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ പോയി നോക്ക്, അവിടെ ഒരു റാമ്പില്ലേ, ആ ഭാഗത്ത് എന്തോ ഒരു ചാലഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്കിനി ദൈവത്തിനെ വിളിക്കാം, എന്നിട്ടൊരു വണ്ടി തരാൻ പറയാം. ഓക്കെ, ആ വണ്ടി വന്ന് ആകാശത്തു നിന്നാണ് വണ്ടി വന്നത്. ഓക്കെ, നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് നേരെ പോവാം. രോഹിത് ഒരു പോലീസ് ഓഫീസറാണ്, കോൺസ്റ്റബിളാണ്. അപ്പം അവൻ തോക്കും കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പം അവനൊന്ന് പോയി കാണാം. ഓക്കെ, ഇതാണ്ട എൻ്റെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. പിന്നെ അതിൻ്റെ തൊട്ട് ഫ്രണ്ടേ ആയിട്ട് തന്നെയാണ് എയർപോർട്ടും. അപ്പം നമുക്കാണെങ്കിൽ അവനെ ഒന്ന് പോയി കാണാം. അവൻ എന്തിനു പറയുമെന്ന് നോക്കാം. നമുക്ക് എന്തായാലും വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് അവനെ പോയി ഒന്ന് കാണാം. ഓക്കെ, ഇറങ്ങി. ഓക്കെ, അവൻ മാത്രമേ ഉള്ളൂ ഈ പോലീസ് സ്റ്റേഷനിൽ, ആരും ഇല്ലേ? ഹായ്. ഓക്കെ, അവിടെ ആരും ഇല്ല കേട്ടാ, അവൻ മാത്രം അവിടെ ഇരിക്കണം. ഹലോ ഡാ, ഒന്ന് മൈൻഡ് ചെയ്യടേ ഒന്ന്. ഹലോ ഹയോക്കോ, നിന്നോട് ഞാൻ ഒന്ന് വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ എന്നാ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നത്. ആ ചലഞ്ച് നീ ഒന്ന് പോയി ചെയ്ത് നോക്ക്. നിനക്ക് 1 മില്യൺ രൂപ കിട്ടുമെന്നാണ് പറയുന്നത് ജയിച്ചു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ നീ പോകുമ്പോൾ ഹെൽമെറ്റ് ഇടണേടാ. വാ ഹെൽമെറ്റ് ഇടാം. അപ്പം ഞാൻ പോട്ടെ, ശരി. ചലഞ്ച് എവിടെയാണെന്നൊന്ന് പോയി നോക്കാം. ആ റാമ്പിൻ്റെ അവിടെയാണ്. ഓക്കെ, നമുക്ക് ബൈക്ക് എടുത്ത് പോവാം. ഓക്കെ, പറപ്പിച്ച് വിടാം നമുക്ക് അങ്ങോട്ടേക്ക്. നമ്മളെന്തായാലും ഇപ്പം അങ്ങോട്ട് പോവാം. വണ്ടി അങ്ങോട്ട്. ഓക്കെ ഗൈസ്, റോഡിലോട്ട് ഇറക്കിയിട്ടുണ്ട്. അവിടെ ലംബോർഗിനി, ഇതെന്തൊരു ഡിഫൻഡറാ. പക്ഷെ ഇന്ത്യയിൽ ഡിഫൻഡർ ഇട്ട് കറക്കണം. ഇതൊരു ഇന്ത്യൻ ഗെയിമെന്ന് പറഞ്ഞാൽ ഇതിൽ മൊത്തം വെളി രാജ്യത്തേക്ക് കാറേ ഉള്ളൂ. ലംബോർഗിനി, ബുഗാട്ടി, കോണിക്സെക്, ഇതെന്താ ഈ നാട് ഇപ്പോൾ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഈ കെട്ടിടത്തിൻ്റെ മണ്ടയിൽ കൂടെ നമുക്ക് വണ്ടി കയറ്റി പോവാം. ഗൈസ്, ഞാൻ അപ്പം പറപ്പിച്ച് വിടുകയാണ്. നമുക്ക് പോവേണ്ട സ്ഥലം അവൻ പറഞ്ഞേക്കണം. അതുകൊണ്ട് ആ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തല്ല പോവേണ്ട, ആദ്യം ഇതിൻ്റെ ആളിനെ പോയി കാണണം. അപ്പോൾ ആളാണ് ദാ ഈ നടന്നു പോകണം, ഈ കറുത്ത ടീഷർട്ടുകാരൻ. ഓക്കെ, അപ്പോൾ അയാളെ പോയി സംസാരിക്കുക. അയാളോടെ പോയി എന്തിനാ അയാൾ പറയുമെന്ന് നോക്കാം. ഹലോ, നിങ്ങളാണ് ആ ചലഞ്ച് പറഞ്ഞത്? ഇത് അത്രയ്ക്ക് ജാട എന്തിന്? ഹലോ, നിങ്ങളാണോ പറഞ്ഞത്? ഇതിനൊക്കെ ഭയങ്കര ജാട കേട്ടോ. ഓക്കെ, നമുക്കെന്നാലും ഒന്നും കൂടെ പോയി ചോദിക്കണം. ഒന്നുകൂടെ പോയി ചോദിച്ചു പോകാം. ഇതുപോലെ പറഞ്ഞാലോ. അയാൾ മിണ്ടി. അതെ, ഞാൻ തന്നെയാണ് ആ ചലഞ്ച് പറഞ്ഞത്. നിനക്ക് പറ്റിയൊന്നുമില്ല, അങ്ങോട്ട് മാറിയില്ലടാ ചെറുക്ക. നിനക്ക് പറ്റിയാണെങ്കിൽ 1 മില്യൺ നിൻ്റെ കയ്യിൽ ഞാൻ തരും. ഗൈസ്, അയാൾ നമ്മളെയാണ് വെല്ലുവിളിച്ചേക്കണം. ഒരു ഇടിയം കൊടുക്കട്ടെ. അപ്പോഴും നമുക്കത് കാണിച്ചു കൊടുക്കണം, നമ്മളെ പവർ. ഓക്കെ, നമുക്കെന്തായാലും പോയി വണ്ടി എടുത്ത് അയാളുള്ള ആ റാമ്പുള്ള ലൊക്കേഷനിൽ പോവാം. ഇവിടെയും കുറേ റാമ്പുകളുണ്ട്, പക്ഷെ ഇതല്ല. ഓക്കെ, അത് ജയിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നല്ല പാടാണ്. ഓക്കെ, റീഡിങ് മോഡ് വേണം. ഓക്കെ, അപ്പം പറപ്പിച്ച് വിടുമാമ അങ്ങോട്ട്. ഓക്കെ, വണ്ടിക്ക് എല്ലാം സ്പീഡില്ല കേട്ടോ. നമുക്കെന്തായാലും പോവാം. അവൻ പറഞ്ഞോണ്ടാണ് വീണ്ടും ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതിൽ കുറേ ആൾക്കാർ ഈ ചലഞ്ച് ചെയ്ത് ഔട്ടായെന്നാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്കായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നെ അയാളായിട്ട് തന്നെ ഭയങ്കര ഇതാണ് പറയുന്നത്, നമുക്ക് പറ്റൂല അങ്ങനെയൊക്കെയാണ് അയാൾ പറയണത്. ഓക്കെ, നമുക്ക് ചെയ്ത്. സിമ്പിളാണല്ലേ എന്ന് വെച്ചാൽ ഒറ്റ ചാട്ടത്തിൽ തന്നെ ഇവിടെ എത്തി. ഇതെന്ത് കറങ്ങണം ഇങ്ങനെ വട്ടം. ഓക്കെ, ഇപ്പം അങ്ങ് തറയിൽ പോയേനെ. ഓക്കെ, അത് കൊള്ളാമല്ലേ, കറങ്ങി കളിക്കണം. ഓക്കെ, നമുക്ക് ഇനി ഇത് കയറി ഇതും ചാടണം ഗേസ്. ഓക്കെ, ചാടിക്കോ, ഓട്ടിച്ച് ഇത് കയറി ഇനി ഇതും കയറണം. നല്ല രസമുണ്ട്. ഓക്കെ, നമുക്കിനി പറപ്പിച്ചിടണം.
നമുക്ക് അങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഇല്ല, അങ്ങോട്ടല്ല പോവേണ്ട, ഇങ്ങോട്ട് വേണം പോവാൻ. ഓക്കെ. യൂ പറയും. ചുമ്മാതല്ല പറയുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും സ്പീഡിന് പോവാം. എന്നാലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വീണ്ടും റാമ്പിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, പയ്യെ ഇനി നമുക്ക് സ്പീഡിന് ചെയ്യണം. അയ്യോ അമ്മി, അയ്യേ ഇതെന്തൊരു കഷ്ടം തന്നെ. അയാൾ പറഞ്ഞ എങ്ങനെയെങ്കിലും ചെയ്യാൻ അപ്പുറം വശത്തോട്ടൊന്ന് പോകണം. വേണ്ട, ഇവിടെ തന്നെ ചെയ്യാം. കാരണം നമുക്ക് അങ്ങോട്ട് പോയാലും അവിടെ നല്ല പാടാണ്. ഇവിടത്തെക്കാളും പാടാണ് അവിടെ. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ അത് ചെയ്യാം. ഇനി ഇവിടെ വീണ്ടും പറ്റിയില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അത് കാവസാക്കി നിഞ്ച H2 ആണോ അതോ H2 ആണോ എന്തോ അതെനിക്ക് അറിഞ്ഞൂടാ. ഗൈസ് വന്നതായിരുന്നു, എന്നിട്ട് അത് പോയി കളഞ്ഞു. ഓക്കെ പെട്ടെന്ന്. ഇത് ഓൺലൈൻ ആണെങ്കിൽ ആർക്കെങ്കിലും ഫ്രണ്ടൊക്കെ ആയിട്ട് ഇരുന്ന് കളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് ഓഫ്ലൈൻ ഉണ്ടല്ലേ. പിന്നെ അതുമല്ല, ഇതിലങ്ങനെ ആരോടെ കളിക്കാം. ഇതിൽ കുറേ ചലഞ്ചുകളൊക്കെ ഉണ്ട് ഈ ഗെയിം. ഓക്കെ പെട്ടെന്ന്. അയ്യേ ദേഷ്യം വന്നെനിക്ക്. ഒന്നും കൂടെ നോക്കാം. ഇതെന്തൊരു കഷ്ടം. പിന്നെ ചുമ്മാതല്ല അയാളങ്ങനെ പറഞ്ഞത്. കേസ് നമുക്ക് ഇത് അമ്മി ഭാഗ്യല്ലെങ്കിൽ ഇപ്പം അവിടെ തലയിൽ അടിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, വൺ ട്രൈ ലാസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയൂല. ഓക്കെ, നമുക്ക് വീണ്ടും വന്നാലും ഒന്നും കൂടെ കയറി നോക്കണോ, അല്ലെങ്കിൽ വേണ്ട അങ്ങോട്ട് പോവാം. അവിടെ അതുപോലത്തെ ഒന്നുണ്ട്. എന്തിനു ചെയ്യട്ടെ, എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. അവിടെ പോകണോ അതോ ഇവിടെ പോകണോ? എവിടെ പോട്ടെ? ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒന്നും കൂടെ ചെയ്ത് നോക്കാം ഗൈസ്. ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം ഗൈസ്. ഓക്കെ ഫൈൻ, ബ്രേക്ക് പിടിച്ച്. ഇതെനിക്ക് കയറൂലെന്നാണ് തോന്നുന്നത്. കാരണം വണ്ടി ഒരുമാതിരി കോണിച്ചാണ് ഇരിക്കണത്. കയറൂലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്കൊന്ന് നോക്കാം. കണ്ടോ? ഇതൊക്കെ എളുപ്പം, ഇതൊക്കെ ഞാൻ കയറ്റിയുണ്ട്. ഓക്കെ, നേരത്തെ ഇതുപോലെ എളുപ്പമെന്ന് പറഞ്ഞിട്ടാണ് നേരെ വിട്ട് താഴെട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ഇതുവഴിയാണ് കയറേണ്ട. ഓക്കെ, ഇതുവഴി നേരെ കയറി പോവുകയാണ് ചെയ്യേണ്ട. ബാക്ക്. ഓക്കെ, ഇത്തിരി ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ജമ്പിങ് ആണ്. ഇത് ജയിച്ചു കഴിഞ്ഞാൽ 1 മില്യൺ റുപ്പിയാണ് ഗൈസ്. 1 മില്യൺ റുപ്പി. ഓക്കെ, ചാടി എത്ത്. അയ്യോ ഗൈസ്, ഭാഗ്യത്തിന് അവിടെ എത്തിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായി. ഓക്കെ, നമുക്കിനി അങ്ങോട്ടാണോ പോവേണ്ടത്? അങ്ങോട്ടല്ല ഗൈസ്, ഇങ്ങോട്ടാണ് പോവേണ്ടത്. ഓക്കെ ഗൈസ്, നമുക്ക് പയ്യല്ല ചാടേണ്ട, സ്പീഡിന് ചാടണം. കാരണം പയ്യെ ചാടി അങ്ങോട്ട് എത്തത്തില്ല. ആ ഫ്ലാറ്റും ഇതുമായിട്ട് അത്യാവശ്യം ദൂരമുണ്ട്. നമുക്ക് പറപ്പിച്ച് വിടണം. ഓക്കെ, ചാടൂ. കണ്ടോ, അത്രയും സ്പീഡിന് വന്നിട്ട് ഇവിടെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്പീഡ് ഒട്ടും പോവാതെ ചാടിയെങ്കിൽ സ്ഥലം ചിന്തിച്ച് ചെയ്യും. ഓക്കെ, നമുക്കെന്തായാലും ഇത് ചാടിപ്പിച്ച് നോക്കാം. ചാടൂ. അവിടെ കയറൂ. ഭാഗ്യം ഗൈസ്, അവിടെ അങ്ങനെ കയറിയിട്ടുണ്ട്. ഇവിടെ പറപ്പിച്ച് വിടാൻ പറ്റും എന്നാണ് തോന്നണം. പറ്റൂല ഗൈസ്, അവിടെയൊക്കെ ഒരുമാതിരി തരികിതിലൊക്കെയാണ്. ഓക്കെ, ഇത് കണ്ടെയ്നറിൻ്റെ കൂടെയാണ്. ഇപ്പം തെറിച്ചു പോയേനെ, ചുമ്മാതല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഈ കെട്ടിടത്തിൻ്റെ മണ്ടയിലൊന്ന് കയറി നോക്കാം. മുകളിൽ എന്തൊക്കെ ഉണ്ടെന്ന്. ഇവിടെ ഒന്നുമില്ല. ഇവിടെയും വീണ്ടും ഒരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ ചാടി വയ്ക്കാം. പക്ഷെ ചാടി വയ്ക്കാൻ നേരെ വീണ്ടും വന്ന് തറയിൽ വീഴും. അതുകൊണ്ട് അതിൽ നമുക്കിപ്പോൾ ചാടണ്ട. നമുക്ക് ആ കെട്ടിടത്തിലോട്ട് പോവാം. ആ ഫ്ലാറ്റിൻ്റെ മണ്ടയിലോട്ട് പോയി നോക്കാം. പക്ഷെ എന്തുവാണ് അവിടെ എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, പയ്യെ ഇറങ്ങണം. കാരണം ചിലപ്പോൾ ഇതിൽ ഗ്ലിച്ച് ഉണ്ടാവും. പണ്ടൊരിക്കൽ ഞാൻ കളിച്ചപ്പോൾ ഗ്ലിച്ച് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ തറയിൽ പടവോന്നും പറഞ്ഞ്
ഇട്ടുണ്ട്. അയ്യോ നീ ആഹാ അത്രയും വീണില്ല. ഓക്കെ, നല്ല കൺട്രോളിങ് ഉണ്ട്. ഓക്കെ, എന്തായാലും നല്ല സ്പീഡിന് തന്നെ വീണ്ടും പോവാം. ഓക്കെ, സ്പീഡിന് പോ. ബ്രേക്ക് നീ ഇപ്പോൾ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കയറി പോകരുത്. പോയില്ല. നമുക്ക് ഈ കെർവ് തന്നെ. അയ്യോ 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 പക്ഷേ അതിൻ്റെ വണ്ടിയിൽ വരാം കയറിയതായിരുന്നു. അതിൻ്റെ വണ്ടിയിൽ ഉണ്ടോ എന്ത് കാണാൻ പറ്റാത്ത സ്റ്റക്ക് അടിച്ചോ? സ്റ്റക്ക്. ഓക്കെ, പക്ഷെ എന്നാലും കേസ് അതിൻ്റെ മണ്ടിൽ എന്ത് കാണാൻ പറ്റാത്ത കാണാൻ പറ്റൂല, പൊക്കമുള്ളതുകൊണ്ട് അവൻ്റെ കഴുത്ത് അത്രയ്ക്ക് പൊങ്ങത്തുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വണ്ടിയിൽ വീണ്ടും കയറാം. ഓക്കെ, നമുക്ക് എന്തായാലും വീണ്ടും ഈ ഡെസ്റ്റിനേഷനിൽ തോക്കെടുക്കാൻ പറ്റുമോ? മുമ്പ് തോക്കെടുത്തുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? പക്ഷെ ഇപ്പോൾ ആരും പറ്റൂല. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് തോക്ക് വെച്ച് വെടി വയ്ക്കാൻ പറ്റൂല. ഇപ്പം പറ്റുമെന്നാണ് നോക്കിയത്, പക്ഷെ പറ്റൂല. നമുക്ക് ഇതുകൊണ്ട് ആ നീളമുള്ള റാമ്പിലോട്ട് അത്ര അടിപൊളി റാമ്പാണ്. ഓക്കെ, നമുക്കൊന്ന് കയറി നോക്കാം. അതാണ്ട് ഈ സംഭവം ഇതിൽ വേറെ ഒന്നുമില്ല, നൂത്ത് വെച്ചങ്ങ് പോയാൽ മതി. പിന്നെ സ്പീഡ് കുറവായിരിക്കണം. ഉറപ്പിച്ച് വിട്ടു കൊടുത്താൽ നേരെ ഷൂ എന്ന് അങ്ങ് പോവും. അതും ഒരു ചലഞ്ചായിരുന്നു. ഓക്കെ, നമുക്ക് നല്ല സ്പീഡിന് പോവാം കേസ്. സ്പീഡ് അയ്യോ അതും ഫ്ലോപ്പായി. ഓക്കെ, ഈ റാമ്പിൽ കയറിയാൽ കൊള്ളാം. ഇല്ല, ഇത്രയും ഇത്രയും വീണിട്ടു അതിൻ്റെ ഒരു തരി ഹെൽത്ത് മാത്രമേ പോകും. അപ്പോൾ ആ വണ്ടി എത്രമാത്രം ഷോക്കാണ് അബ്സോർബ് ചെയ്യണതെന്ന് ഒന്ന് ചിന്തിച്ചു പോയി. വാവ്, നല്ല ഷോക്ക് അബ്സോർബർ. ഓക്കെ, നമുക്ക് വീണ്ടും എന്തൊരു ചെയ്യാൻ പറ്റും? ഈ റാമ്പിലൊന്ന് കയറി പോകാം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ സ്പീഡ് കൂടിപ്പോയി, അതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്കെന്തായാലും അയാളെ കാണാൻ പറ്റുമെന്ന് നോക്കാം. അയാളെ പുറത്തൊന്നും പരിസരത്തേ കാണാനില്ല. നമുക്കിനി ഈ റാമ്പ് ചാടാൻ പറ്റുമോ എന്ന് നോക്കാം. പറ്റൂല, അത് വേറെ കാര്യം. കാരണം അത് നല്ല ദൂരത്ത് പോയാലേ നമുക്ക് ചാടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സ്പീഡിനോ ബാക്കിലോട്ട് പോയിട്ട് ഇത്രയൊന്നും പോരാ, നമ്മൾ കുറേ ദൂരം പോകണം. ഓക്കെ, ഇതൊക്കെ കുറച്ച് ദൂരം മാത്രമാണ്. അപ്പുറം റോഡിൽ വരെ പോയാലേ ഈ പോർഷെ പെട്ടെന്ന് പോർഷക്കാരാ ആണ്ടാ ഇത്രയും സ്പീഡിന് ഞാൻ പോയിട്ട് പോലും ആണ്ടാ ഈ റോഡിൻ്റെ എത്രയാണ് എത്തിയത്. അയ്യോ. ഓക്കെ, പാതി ഹെൽത്ത് തീർന്നിട്ടുണ്ട്. പക്ഷെ ആ കെട്ടിടത്തിൻ്റെ മണ്ടയിൽ നിന്ന് ഇത്രയും വലിയ ഹൈറ്റിന് കെട്ടിടമല്ല, കണ്ടെയ്നറിൻ്റെ മണ്ടയിൽ നിന്ന് വീണപ്പോഴും ഒന്നും പറ്റില്ല. ഈ ബൈക്ക് സ്റ്റീൽ ചെയ്യാൻ നോക്കിയോ? ബൈക്കിനെ എടുക്കാം. ബൈക്കേരെ ഇറങ്ങാരെ അങ്ങോട്ട്. അതെന്ത് ഇറങ്ങാത്ത? ഇറങ്ങടാ അങ്ങോട്ട്. അതൊന്നും ഇറങ്ങൂല. എന്ത് കാറ് മാത്രമേ സ്റ്റീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ബൈക്ക് എടുത്ത് പോവാം. ഇതിൽ ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട്. ഓട്ടോറിക്ഷ ഉണ്ട്, കാറുണ്ട്. ഒരാളെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങ് പോവാം. ഓക്കെ, ഈ ഭാഗം മൊത്തം റാമ്പുകളാണ്. ഓരോരോ പുതിയതല്ല പഴയതില്ല. ഓരോ റാമ്പുകളുണ്ട്. നമുക്കെന്തായാലും ഈ പോണ നീല ബുഗാട്ടി വെറും ഷിറോണോ അങ്ങനെ അതോ ഒന്നാണ് ബുഗാട്ടി. എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ബാക്കിലുള്ള റാമ്പിൽ കയറാൻ പറ്റുമോ? അയ്യോ, പക്ഷേ ആ ബുഗാട്ടിക്കാരനെ ഇടിച്ചപ്പോൾ ഇപ്പോൾ ഇനി 1% ഹെൽത്തേ ഉള്ളൂ. ഒരു ഇടിയും കൂടെ എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ പടം. ഓക്കെ, നമുക്കെന്തായാലും വീണ്ടും പോയി ബൈക്ക് എടുത്തുകൊണ്ട് വരാം. നമുക്കെന്തായാലും അവനെ ഒന്ന് വിളിക്കാം. രോഹിത്തിനെ എനിക്ക് വിളിക്കേണ്ട. അവൻ പോലീസല്ലേ, അവൻ അങ്ങോട്ട് തന്നെ ചെല്ലാം. ഓക്കെ, നമുക്ക് ഈ ഫ്ലാറ്റ് ചാടിക്കിടന്ന് പോവാം ഗൈസ്. അയ്യോ ചാടുമുണ്ട്. അപ്പോൾ അയ്യോ ചത്ത്. അപ്പം ശരി ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ എങ്ങനെ ഉണ്ടാകുന്നു നിങ്ങൾ തന്നെ പറ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.